ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. കർണാടകയിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഓണമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെറിയ രീതിയിൽ ആഘോഷിച്ചതിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ നിങ്ങളുമായിട്ടിന്ന് പങ്കുവയ്ക്കുന്നത്. ഓണത്തിൻ്റെ പർച്ചേസിംഗ് വീഡിയോ ഓൾറെഡി ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണണേ. ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ ഞങ്ങൾ പൂക്കളം ഒരുക്കാനുള്ള പൂക്കൾ പറിക്കാൻ പോയി. ഞങ്ങളുടെ സ്കൂളിൽ തന്നെ പലതരത്തിലുള്ള പൂക്കളുണ്ട്. അത് ഞങ്ങൾ കുറച്ച് പറിച്ചു. ബാക്കി തലേന്ന് വാങ്ങിയ പൂക്കളും ഉണ്ടായിരുന്നു. അത് വെച്ച് ഞങ്ങൾ പൂക്കളത്തിനുള്ള പൂക്കൾ സെറ്റാക്കി. പൂക്കളുടെ കൂടെ തന്നെ കുറച്ച് ഇലച്ചെടികളും പറിച്ചെടുത്തിരുന്നു. ഇന്ന് ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് സ്കൂളിൽ പൂജയുണ്ട്. അതുകൊണ്ട് വളരെ തിരക്ക് പിടിച്ചൊരു ദിവസം കൂടി. അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ സദ്യക്ക് വേണ്ടിയുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞു തുടങ്ങി. സാമ്പാറിനും പച്ചടിക്കും തോരനും അവിയലിനും വേണ്ടിയിട്ടുള്ള ഓൾമോസ്റ്റ് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് മാറ്റി വെച്ച് ഞങ്ങൾ വേഗം റെഡിയായിട്ട് ഞങ്ങളുടെ ഒരുക്കം കൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ലേറ്റായിട്ടാണ് പൂജയ്ക്ക് പോയത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ എല്ലാ ടീച്ചേഴ്സും അവിടെ ഉണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ പൂക്കളിടാൻ പോയി. ഇവിടെ ഇപ്പം നല്ല വെയിലുള്ള ക്ലൈമറ്റാണ്. അതുകൊണ്ട് തന്നെ പൂക്കളെ ഇവിടെ ഇടണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. ആദ്യം ഞങ്ങൾ തീരുമാനിച്ചത് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ പൂക്കൾ ഒരുക്കാമെന്നാണ്. പക്ഷേ നല്ല വെയിലായതുകൊണ്ട് തണലുള്ളൊരു സ്ഥലത്തേക്ക് നോക്കി പ്ലേസ് മാറ്റേണ്ടി വന്നു. ഇവിടെയുള്ള ആളുകൾക്ക് നമ്മുടെ കൾച്ചറിനോട് കൂടുതൽ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പൂക്കൾ ഒരുക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിനെ സഹായിക്കാനും വേണ്ടി വന്നിരുന്നു. പൂക്കളമൊക്കെ ഇട്ട് അത്യാവശ്യം ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സമയം വൈകിയത് കൊണ്ട് തന്നെ ഞങ്ങൾ വേഗം പോയി സദ്യക്കുള്ള കറികൾ ഉണ്ടാക്കാൻ തുടങ്ങി. പച്ചക്കറികളൊക്കെ നേരത്തെ അരിഞ്ഞു വെച്ചതുകൊണ്ട് തന്നെ കറികളൊക്കെ ഞങ്ങൾക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റി. ഇന്ന് സദ്യക്ക് വേണ്ടി ഉണ്ടാക്കിയ വിഭവങ്ങൾ ചോറ്, അവിയൽ, സാമ്പാർ, തോരൻ, പരിപ്പ് കറി, പച്ചടി, പായസം. ഇവിടെ ഞങ്ങൾക്ക് ഉപ്പേരിയും ശർക്കര വരട്ടിയും വാങ്ങാൻ കിട്ടി. ഇവിടെ മലയാളി ബേക്കറി ഉണ്ട്, പക്ഷെ അവിടെ സ്റ്റോക്കില്ലായിരുന്നു. ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തുള്ള പച്ചക്കായ കിട്ടത്തില്ല. ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയത് നമ്മുടെ നാട്ടിലത്തെ പോലെ റോബസ്റ്റ പഴമില്ലേ, അതാണ് കിട്ടിയത്. അത് വെച്ചാണ് ഞങ്ങൾ ഉപ്പേരിയും ശർക്കര വരട്ടിയും. സദ്യയൊക്കെ ആയപ്പോൾ തന്നെ സമയം 4 പിന്നെ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ തുടങ്ങി. സദ്യ കഴിക്കാൻ ഞങ്ങളുടെ കൂടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടി കൂടി ഉണ്ടായിരുന്നു. അത് നല്ല ആസ്വദിച്ച് കഴിക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷം തോന്നി. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു ഓണവിശേഷം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.